ഹായ് ഹലോ ഗായ്സ്. ഈ നീലാകാശത്ത് വിരിഞ്ഞ് പറക്കുന്ന ആ കാക്കയെ കണ്ടില്ലേ? ദൂരത്ത് അസ്തമിക്കാനൊരുങ്ങുന്ന ആ സൂര്യനും പിന്നെ ഈ പാടവും പിന്നെ ഈ കായലും, ഇത് രണ്ടും ഒരുമിച്ച് കിടക്കുന്ന ഈ ദൃശ്യവും ഇതെവിടെയാണെന്ന് അറിയണ്ടേ? ഇത് തിരുവനന്തപുരം ജില്ലയിലെ പുഞ്ചക്കരി എന്ന സ്ഥലമാണ്. ഇത് നമ്മുടെ കിരീടം പാലത്തിലുള്ളൊരു വ്യൂ ആണ് അത് കണ്ടത്. ഇത് കണ്ട ഇവിടെ ഒരു ബണ്ടുണ്ട്. ആ ബണ്ടിൽ പതിയെ ഇറങ്ങി നിന്ന് നമുക്കിതുപോലെ ഇതിൻ്റെ കുളിർമ ആസ്വദിക്കാം. എന്നെപ്പോലെ തന്നെ പല ആൾക്കാരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമുള്ള വൈബുള്ള സ്ഥലമാണ്. പിന്നെ ഇത് കണ്ടില്ലേ, രണ്ട് തോണികൾ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു. അത് കാറ്റത്ത് ഇങ്ങനെ ഓളങ്ങളിൽ കൂടെ ഇങ്ങനെ നൃത്തമാടുന്നത് പോലെ. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ഈ തോണിയിലൊരു യാത്ര കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ല പൊളി വൈബായിരിക്കും ഗൈസ്. അങ്ങനെ ഞാൻ ദൂരേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആകാശത്ത് കൂടെ ഒരു വിമാനം പതിയെ പതിയെ പറന്നു പോകുന്നത് കണ്ടത്. അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും ഈ കായലിൽ കുരുക്ക് വലയിട്ട് മീൻ പിടിക്കുന്ന ആ ഒരു ഇതും പതിയെ ഞാൻ കണ്ടു. പിന്നെ ദൂരത്ത് വള്ളങ്ങൾ മീൻ പിടിക്കുന്നതും പിന്നെ അങ്ങനെ ഇതൊന്ന് നല്ലൊരു വൈബും. ഈ ആകാശത്തിൻ്റെ വർണ്ണങ്ങൾ തന്നെ നല്ല രസമുണ്ട്. ഇതൊരു സന്ധ്യാസമയമാണ്. സൂര്യൻ അസ്തമിക്കാറായി. അതിൻ്റെ ആ ഒരു ഭംഗി ഈ ആകാശത്തുണ്ട്. അങ്ങനെ ആ വിമാനം അങ്ങ് ദൂരെ ദൂരെ പോയി ആ സൂര്യനിലേക്ക് പോകുന്നത് പോലെ അങ്ങനെ അത് പതിയെ മറഞ്ഞു പോയി. അപ്പോഴാണ് ഗൈസ് ഞാനൊരു കാര്യം ഓർത്തത്. ആകാശത്ത് കാർമേഘം ഇരുണ്ട് കൂടുന്നു. ഒരു കുട പോലും ഞാൻ കയ്യിൽ കരുതിയിരുന്നില്ല. ഏകദേശം 1 കിലോമീറ്ററെങ്കിലും ഓടിയിട്ട് വേണം എനിക്ക് എൻ്റെ വണ്ടിയിൽ എത്തിപ്പെടാൻ. അപ്പോഴത്തേക്കും ഒരു പരുന്ത് ഇങ്ങനെ താന്ന് പറന്ന് പോകുന്നത് കണ്ടു. പിന്നെ പതിയെ നടന്ന് നമ്മൾ എത്തിയത് ഒരു പൂന്തോട്ടത്തിലാണ്. ഓണത്തിന് ഫോട്ടോഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. കുറച്ച് സൂര്യകാന്തി ചെടികളും പിന്നെ കുറേ ചെണ്ടുമല്ലി ചെടികളും അവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറേ സൂര്യകാന്തി ചെടികളൊക്കെ വാടിപ്പോയിരുന്നു. എന്നിരുന്നാലും നമുക്കും കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. കുറേ നാളായി സൂര്യകാന്തി തോട്ടത്തിൽ പോകണമെന്നൊരാഗ്രഹം. അതിവിടെ വന്നപ്പോൾ എനിക്ക് സാധിച്ചു കിട്ടി. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ പുഞ്ചക്കരിയിൽ പോകൂ. അവിടെ ഇതുപോലെ നിങ്ങൾക്ക് നിന്ന് ഫോട്ടോസ് എടുക്കാം. വൈകുന്നേരങ്ങളിൽ നല്ല രസമാണ്. അവിടെ കൂടെ വശത്തും റോഡിൻ്റെ 2 വശത്തും നമുക്ക് തോടും കായലും ഒക്കെ ഇങ്ങനെ കാണാം. അതിൻ്റെ നടുകൂടെ നടന്നു പോകാനൊക്കെ എന്ത് സുഖമാണെന്നറിയാം. അങ്ങനെ ചന്ദ്രൻ ചേട്ടനും എത്തി. വൈകുന്നേരമായി നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. പതിയെ കുറച്ചു നേരം കൂടെ ഈ കായൽ ചന്ദ്രൻ്റെ ബിംബം നോക്കി നിന്നു. നിങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരാണെങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങൾ ഇതിനു മുന്നേ വന്ന് ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങൾ ഇനിയും തിരുവനന്തപുരം ജില്ലയിലുണ്ടെങ്കിൽ അതും കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയാതെ തന്നെ നമ്മൾ അവിടെ നിന്നും മാനവീയ വീതിയിലേക്കാണ് നേരിപ്പോയത്. അവിടെ കുറച്ചു നേരം ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നതിന് ശേഷം നമ്മൾ തിരികെ വീട്ടിൽ പോയി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ ഗൈസ്. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.